ഏറ്റവും സുപ്രധാനമായ ഈ അപകടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളെടുത്ത മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ഒന്ന്, രണ്ടാമത്തെ ജുഡീഷ്യൽ അന്വേഷണം അതിൽ പ്രഖ്യാപിച്ചിട്ട് അല്പസമയത്തിന് മുമ്പ് പക്ഷേ VN വാസവൻ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചേക്കാം. ജുഡീഷ്യൽ അന്വേഷണ തീരുമാന പ്രഖ്യാപനം എന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി ആ മന്ത്രിസഭാ യോഗ തീരുമാനമായി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഷഫീദ് ഈ പറയുന്ന മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്താനിരിക്കെ ഒരു ചേച്ചി എന്തോ ഒരു തടസ്സമായി ഇവിടെ വന്ന് അതിന് മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് കാരണമെന്നറിയില്ല. ഇതുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂർ കളക്ടറേറ്റിലാണ് മന്ത്രിമാർ. അവരുടെ ഈ മന്ത്രിസഭായോഗ തീരുമാനം പൂർത്തിയാക്കിയതിനു ശേഷം ഒരുപക്ഷെ ആ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോഴാണ് ഒരു ചേച്ചി അവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. മേശയ്ക്ക് വട്ടം അങ്ങനെ നിൽക്കുകയാണ്. എന്തോ പരാതി പറയുകയാണ് അവരോട് എന്നാണ് തോന്നുന്നത്. എന്തോ പ്രതിഷേധം ആ ചേച്ചിക്കുണ്ട് എന്നുള്ളതാണ്. എന്താണ് അവിടെ ശ്രീകുമാരൻ അവിടെ ഉണ്ട്. ശ്രീത്തെ കയ്യിൽ ഒരു കവറൊക്കെ പിടിച്ചിട്ടുണ്ട് ആ ചേച്ചി. എന്താണ് ചേച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണല്ലോ. ഈ മന്ത്രിസഭാ യോഗം അതിനുശേഷമുള്ള പ്രഖ്യാപനങ്ങൾ പറയാനുള്ള വാർത്താ സമ്മേളനമാണ്. എന്താണ് അതിന് തടസ്സം ശ്രീത്? തൃശ്ശൂർ കളക്ടറേറ്റിൽ മന്ത്രിസഭാ യോഗം പൂർത്തിയാക്കിയ ശേഷം മന്ത്രി VN വാസവനും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ വീണ ജോർജ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, മന്ത്രി R ബിന്ദുവാണ്. അങ്ങനെയുള്ളവർ അവിടെ വന്നിരിക്കുമ്പോഴായിരുന്നു മന്ത്രി R ബിന്ദു മന്ത്രി VN വാസവനുമാണ്. അപ്പോൾ ഒരു ചേച്ചി അവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നു, അവരോട് കയർക്കുന്നുണ്ട്, അതിന് മുന്നിൽ നിൽക്കുകയാണ്. വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്നാണ് ആ ചേച്ചിയുടെ പ്രഖ്യാപനം. എന്താണ് കാരണം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ശ്രീകുമാർ ചെയ്യുന്നു. ചേച്ചി പറഞ്ഞത് എന്താണ്? ചേച്ചി പറയുന്നത് ഈ വിഷയമൊന്നുമല്ല. ചേച്ചിയുടെ വീടിൻ്റെ മുകളിലേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ടീച്ചറുടെ വീട്ടിൽ നിന്ന് ചക്ക വീഴുന്നു. ആ ചക്ക വീഴുന്നത് നിരവധി തവണ പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായില്ല. അതിലൊരു നടപടി ഉണ്ടാകുന്നവരെ താനിവിടെ ഇരിക്കുമെന്നാണ് ആ ചേച്ചി പറയുന്നത്. നമ്മളെല്ലാവരും മന്ത്രിയൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. നിരവധി തവണ പോലീസിൽ പരാതി നൽകിയെന്നൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയമാണ്, ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ്, അടിയന്തര ധനസഹായം അടക്കം പ്രഖ്യാപിക്കാനുള്ളൊരു വാർത്താ സമ്മേളനമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തോ ആ ചേച്ചി അങ്ങോട്ട് മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എത്ര മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിട്ടും അവർ മാറാതെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും സുപ്രധാനപരമായ ഒരു വാർത്താ സമ്മേളനമാണ്. ആ ഒരു സമയത്തൊക്കെയാണ് ചക്ക വീണു എന്ന തരത്തിലാണ് ചേച്ചിയുടെ ഒരു പരാതി ഉള്ളത്. എന്തായാലും ആ ചേച്ചി ഇവിടെ തന്നെ തുടരുകയാണ്. വനിതാ പോലീസ് എന്തായാലും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പരാതിയുടെ ഒരു വലിയ പകർപ്പൊക്കെയാണ് ആ ചേച്ചിയോട് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല. ചക്ക വീഴുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും മന്ത്രി R ബിന്ദു 100 തവണ അവരോട് പറയുന്നുണ്ട്, നിരവധി തവണ അവരോട് പറയുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന്. പക്ഷേ അതിന് അവർ തയ്യാറാവുന്നില്ല. നിങ്ങളിത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും, മരിച്ചവരുടെ കാര്യത്തിന് അപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം നോക്കണമെന്നൊക്കെ ഉള്ള തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വാദങ്ങളാണ് അവർ ഇവിടെ ഏതാണ്ട് നിൽക്കുന്ന ഈ വാർത്താ സമ്മേളനം നടത്താൻ സമ്മതിക്കാതെ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും വനിതാ പോലീസിനെ അടക്കം ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ചേച്ചി അവിടെ നിൽക്കട്ടെ. വാർത്താ സമ്മേളനം തുടങ്ങാൻ കഴിയില്ലേ ശ്രീത്ത്? എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗമാണ്. ചേച്ചി അവിടെ നിൽക്കുന്നു എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ? ചേച്ചി ഇവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ചേച്ചി അവിടുന്ന് മാറില്ല എന്നാണ് പറയുന്നത്. ചേച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് വാർത്താ സമ്മേളനം തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അവരെ മാറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രി VN വാസവൻ. എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രനും വനിതാ പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അവർ ഇവിടെ തന്നെ ഇരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും പോലീസ് അകത്തേക്ക് കടന്ന് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരത്തിലൊരു സുപ്രധാനമായൊരു വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇങ്ങനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരൊരു പ്രതിഷേധമൊന്നും തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മന്ത്രി R ബിന്ദു പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും വാസവൻ മിനിസ്റ്ററുമായും ഒക്കെ സംസാരിക്കുകയായിരുന്നു. സ്വാഭാവികമായി അതിനുശേഷം വനിതാ പോലീസ് അവരെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത്. അവർ പക്ഷേ പുറത്തു പോകില്ല എന്നാണ്
പുറത്തു പോകില്ല എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഇരിക്കുന്നു. മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വാർത്താ സമ്മേളനം ഇവരെ മാറ്റിയതിനു ശേഷം നമുക്ക് വാർത്താ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുന്നു. മന്ത്രിമാർ താൽക്കാലികമായി പോയിട്ടുണ്ട്. ഇത് ഒരു കഷ്ടമാണെന്ന് നോക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയ്ക്കാണ് ചേച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് ചക്ക വീഴുന്ന പരാതിയായിട്ട് വന്ന് നിൽക്കുക. ഓരോരുത്തരം മനുഷ്യന്മാരാണ്, നമുക്ക് അറിയില്ല എന്താ കാരണം എന്ന്. എന്തായാലും അവിടെ മന്ത്രിസഭായോഗം, ഏറ്റവും നിർണായകമായ മന്ത്രിസഭായോഗം അവിടെ ഉണ്ട്. മന്ത്രി വി എൻ വാസവനും മന്ത്രി ആർ ബിന്ദുവും അടക്കം മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തവരാണ്. അതിനുശേഷം കുടുംബത്തിന് 14 ലക്ഷം ധനസഹായ പ്രഖ്യാപനം, ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനം അടക്കം നിർണായകമായ തീരുമാനങ്ങൾ മന്ത്രിസഭായോഗം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർ വന്നിരിക്കുമ്പോഴാണ് പുള്ളിക്കാരി ചേച്ചി അവിടെ എന്തോ കാര്യമൊക്കെ വന്ന് വനിതാ പോലീസ് എത്തിയിട്ടുണ്ട്. ഇനിയും വൈകുമോ? ഇപ്പോൾ അവർക്കങ്ങും അവരെ അങ്ങും കൊണ്ടുപോകുമായിരിക്കുമല്ലേ? അത് പോയി കൊണ്ടുപോയി. അപ്പോൾ ഇനി അധികം വൈകാതെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിമാർ അവിടെ വന്നിരുന്നതാണ്. അപ്പോഴാണ് ചേച്ചി ചക്കക്കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.